ഹലോ, പുറത്തോട്ട് പോകലേക്കാ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ കനോലി പ്ലോട്ടിൽ വന്നതാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാട്ടുവഴികളാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. നീ എങ്ങോട്ടാ പോകുന്നേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പുഴു അത്. ഇങ്ങോട്ട് പോ. എങ്ങോട്ടാ പോകുന്നേ? തോണിയൊന്നും ഇല്ല ഇവിടെ. എന്തൊക്കെയോ പ്രത്യേക മരങ്ങൾ നട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തോണിയല്ലല്ലോ, ചങ്ങാടം അല്ലേ ഉള്ളൂ. എൻ്റെ വലിയ ഇത്തയും അവരുടെ മോളും ചെറിയ ഇത്താടെ മോനുമാണ് കേട്ടോ ഈ പുറകിലുള്ളത്. അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാനൊക്കെ ചെറിയ നാണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് ഉച്ചക്കത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ്. അങ്ങനെ അവർ ഒതായിൽ ആണ് നമ്മുടെ വീട്. അപ്പോൾ അവിടെ നിന്നും വന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇവിടെ ഒരുമിച്ചെത്തി. ജസ്റ്റ് പോയോ കേട്ടോ. ഇവിടെയൊക്കെ തുറന്ന് കിടക്കുക, ഒരു പ്രേതം. ഇത് മില്ലൊന്നുമില്ലല്ലോ, പണ്ടത്തെ കെട്ടിടം. ഇത് ഫോറസ്റ്റിന്റെ കെട്ടിടങ്ങൾ. ഇനി ഇതൊക്കെ പണ്ട് നമ്മുടെ ഇതിന്റെ അല്ലേ ഈ പ്ലൈവുഡ് ഉണ്ടാക്കുന്നത് ആണോ? ഇവിടെ അപകടം, വൈദ്യുതി പ്രവഹിക്കുന്നു, കമ്പിയിൽ തൊടരുത്. ഇത് മറ്റേ ഇത് വെച്ചതല്ലേ? ഈ കമ്പിമ തൊടല്ലേ കേട്ടോ. അപ്പൊ ഇതിലേക്ക് കമ്പി തൂക്കിക്കുന്നു. ഫെൻസിങ് ഇട്ടതാണ്, ഹാങ്ങിങ് ഫെൻസ് ആണ്. നല്ല ഇറക്കമാണേ, ഇറങ്ങിപ്പോവും. ഏയില അതെ, ഇല വന്നതാ. ആ വഴി ആ പുഴയിലല്ലേ എത്തുന്നുണ്ട്, അവിടെ എത്തൂല. അല്ലല്ല, അത് വേറെ വഴിക്ക്. നമ്മുടെ ചാലിയാർ പുഴ. എന്ത് ചാലിയാർ പുഴയും പിന്നെ ഏത് പുഴയേനി? കുതിരപ്പുഴ അല്ലേ? കുതിരപ്പുഴ. കുരങ്ങളൊക്കെ അവിടെ വെച്ചുണ്ടാക്കണം കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ചാലിയാർ പുഴയും, ഇത് ചാലിയാർ അല്ലേ, ഇത് ചാലിയാർ, ഇത് കുതിരപ്പുഴ. രണ്ടിൻ്റെയും കൂടി സംഗമ സ്ഥലമാട്ടോ ഇത്. സംഗമ സ്ഥലം മുള വന്ന് കാട് കയറി നമുക്ക് കാണാനൊക്കത്തില്ല. ഇതാണ് ഈ സംഗമ സ്ഥലം കേട്ടോ. കണ്ടോ, ഇവിടുന്ന് വന്ന് ഇവിടെയും സംഗമിക്കുന്ന. അതിൻ്റെ ഇടയ്ക്കൊരു കല്ലൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? അവിടെ ഒരു പാറക്കെട്ട് കണ്ടോ, അതിൻ്റെ ഇടക്കാണ് ഈ സംഗമസ്ഥാനം. ഏതടാ? അതൊരു മരക്കുറ്റിയല്ലേ, മരം വീണ്. നമ്മുടെ ചാലിയാറിൻ്റെ മനോഹര തീരം. ഇത് കണ്ടോ, ചീനി മരമാണ്. നമ്മൾ പോരുന്ന വഴിക്ക് പഴുത്തതുണ്ടായിരുന്നു, പച്ച ഞാനിങ്ങനെ കാണുന്ന ആദ്യമായിട്ടാട്ടോ. നിറയെ ഉണ്ട്. വെയിറ്റ് ബാലൻസിങ് നോക്കി. അതിന്റെ മണ്ടല്ല ഇത്. ഞാൻ പിടിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ പോരൂല. അന്നിപ്പോ നമ്മള് ഇവിടെ തിരുവനന്തപുരത്ത് ബോട്ടിൽ പോയില്ലേ.
ഇത് ബട്ടർഫ്ലൈ ഗാർഡനാ, ഇത് ബട്ടർഫ്ലൈ ഫോറസ്റ്റ്. കുഞ്ഞു പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇനി ബട്ടർഫ്ലൈ ഗാർഡൻ. അതോ ഇനി വേറെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആകെ കണ്ടപ്പോ രണ്ട് മാക്രിയെ ഒരു തവളയും. നേരെ ചൊവ്വേ പക്ഷികളുടെ സൗണ്ട് പോലും ഇല്ല. ഇതിപ്പോ നമ്മളീ കൂടെ പോകുന്നല്ലേ, ലാസ്റ്റ് ഇവിടെ തന്നെ എത്തി. ഇപ്പം താഴത്തേക്കൂടെ പോയാൽ മതിയില്ലേ. എന്താ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പുഴയാണേ, നല്ല ഇറക്കം കൊക്ക പോലെ. നോക്കിയാൽ പാറക്കെട്ടുകളൊക്കെ. പോവല്ലെന്നാ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ. വല്ല മരത്തേലും ചെന്ന് ഇടിച്ച് നിൽക്കുവാനും. എഞ്ചിനില്ലാതെ എങ്ങനത്തെ ബോട്ടാ? തോണിയോ? സ്റ്റെപ്പാട്ടോ നൗഷാദേ. കല്ല് ഉണ്ടാക്കണേ. ഞാനും അതിനെ വിചാരിച്ച്. ഇതാണ് നമ്മുടെ ജങ്കാർ. അരുക്കണ്ട ഞെട്ടകൾ, വെള്ളം കൂട്ടിക്കെട്ടിയ സംഭവം കണ്ട. അംഗനവാടി പോകുന്നുണ്ടോ? നല്ല മോളാണല്ലോ. എന്തേ നമ്മുടെ അള്ളുക്കൽ പണ്ട് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. ആണോ? അത് വള്ളമായിരുന്നു, ഒരു വള്ളം. പള്ളുങ്കലോട്ട് ആരെയും കയറ്റുന്നേ ഇല്ല, ആന ഇറങ്ങിയതുകൊണ്ടേ. കൊണ്ടിവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. നിർന്നോ? കഴിഞ്ഞോ? എത്തി. സ്റ്റെപ്പാണ്, വലിയ സ്റ്റെപ്പ്. ഇച്ചിരി പൊക്കോ, ഇടയ്ക്കിടക്ക് ഉണ്ട് ഇതുപോലെ. അങ്ങനെ നമ്മൾ അക്കരെ എത്തി. അക്കരയാണ്, വീതിയില്ല, കുറവാണ്. ദേഹത്തിടിക്കുന്നത് നോക്കാം. ഇനി സ്റ്റെപ്പാണ്. ഞാൻ കയറുമോ? നിങ്ങൾ വാ. സ്റ്റെപ്പ് നോക്കണേ. ഇത് കാരണം മരം വെച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചതാണ്, വീണ് പോകില്ല. ഒന്നുകൂടി. ഓക്കെ, സെറ്റ്. കഴിഞ്ഞു. മരത്തെ പോയി ഇടിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് വണ്ണം കൂടിയ. വന്നോക്കിയ ഒരു തേക്കാതെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ നോക്കുക അതിൻ്റെ വണ്ണം. ഞാൻ 2 എണ്ണം വെക്കണ്ടേ? നിങ്ങളെ പോലെ 3 ആൾ പിടിക്കേണ്ടി വരുമായിരിക്കും ഒത്ത്. അത് തേക്കല്ലല്ലോ. പക്ഷെ കുറച്ച് മേലോട്ട് പോയിട്ട് അങ്ങ് ബ്രാഞ്ചായിട്ട് തിരിയുമല്ലേ? കുറച്ച് മേലോട്ട് ബ്രാഞ്ച് ഇല്ലേക്കാ,
കുറേ മുകളിലോട്ട് പോയിട്ട് അങ്ങ് മണ്ടയിലെത്തുമ്പോൾ കുറച്ച് ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെയാണോ? ഇവിടെ കാണുന്ന ഇവിടെ ബ്രാഞ്ചുകളല്ല, അത് എന്താ ഒരു 3-4 മരം കൂടി ഉണ്ടായതുപോലെ അതിൻ്റെ ഈ താഴ്വശം കിടക്കുന്നത്. അത് അങ്ങനെയല്ല, അത് ഒറ്റത്തടി പോലെ വളർന്നു കഴിഞ്ഞാൽ അത് നിൽക്കൂലല്ലോ. കാരണം വേര് പല വഴിക്ക് പോകുന്നതുകൊണ്ടല്ലേ അത് അത്രയും വണ്ണത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കുറച്ച് മുന്നോട്ട് നിന്നിട്ട് 3ആയിട്ട് തിരിയുന്നുണ്ടല്ലോ. ഇല്ലില്ല, അതൊന്നും ഇല്ല. അങ്ങ് മണ്ടേ ചെന്നിട്ട് കുറച്ച് ശിഖരങ്ങളേ ഉള്ളൂ. ഇവിടെ വേറൊരു മരമുണ്ട്, സ്ലേറ്റ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ചുറ്റും നടക്കാൻ വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോകും. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. അല്ല, ഇതെന്ത് മരമാണെന്ന് എഴുതിക്കണോ നോക്കട്ടെ. വേണ്ടേ, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടോ. തൊട് അവിടെ ഒരു സാധനം. ഇനി ഇങ്ങോട്ട് വാ, അതിൻ്റെ തുമ്പ് വേണം നോക്കി. അത് അതിൻ്റെ ഒരു തല മാത്രമോ, തട്ടി വീഴരുത്. ഇനി അങ്ങോട്ട് ഉള്ളിലോട്ട് പോ. അതിൻ്റെ അവിടെ തട്ടാനുണ്ട്. അതിൻ്റെ അകത്തോട്ടുണ്ട്. അങ്ങോട്ട് നിൽക്ക്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കാം. അവിടെ നിന്നിട്ട് അവിടെ ഒന്നും ഇല്ലേക്കാ, അവിടെ ക്ലീനാ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. ബാ, വെരി ക്ലീനാണ്. പോര്. ഇനി അതിനപ്പുറത്തോട്ട് വേറൊരു റൂമാ. കേൾക്കുന്നില്ലേ ഇതൊന്നും? ഈ ഇതിനപ്പുറത്തോട്ട് അതുപോലെ തന്നെ വേറൊരു റൂം. ഒരു കിച്ചണും കണ്ടോ? ഇവിടെ അകത്തോട്ടായി കണ്ട് വേറൊരു റൂം. അങ്ങനെ ചുറ്റും ഒരുപാട്. സ്നേഹം അങ്ങോട്ട് വെക്ക്. കണ്ടോ ഇത് ഈ ഒരു മരത്തിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ? ഇക്ക അങ്ങോട്ട് വല്ല എടുത്തോട്ട്. ആണോ? ഇപ്പുറത്തൊരെണ്ണം ഉണ്ട്. അത് അവിടെ അതുപോലെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ചുറ്റും കയറിയിരിക്കാവുന്ന ഇതിലുള്ള റൂമുകളായിട്ട് ഉള്ള ഒരു മരം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ വലിയ മരങ്ങളെ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നോ? അങ്ങനെ വലിയ മരങ്ങളാണ്. ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിപ്പിടങ്ങളുണ്ട്, നിറയെ മരങ്ങൾ. തീയിട്ടുണ്ട് ഇവിടെ. ഇല കരിയില തീയിട്ട് കളയുന്നതായിരിക്കും. മുഴുവനെ പോച്ച് കളയുന്നതായിരിക്കും. തേക്കിലപ്പുഴ ഉണ്ടല്ലോ, അതിനെ പോച്ച് കളയുന്നു. ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ഇതേണ്ട അവിടെ ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുഴയാണ്. ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഫെൻസിങ് ഉണ്ട് കേട്ടോ. മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഫെൻസിങ് ആട്ടോടാ തട്ടിത്തെറിച്ച് ഇതായി പോകും. കണ്ടോ? നല്ല വണ്ണത്തിൽ, അത്യാവശ്യം വണ്ണത്തിൽ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഉണ്ടാവും കേട്ടോ. പുഴ തുടരുത് കേട്ടോ. അതുകൊണ്ട് പുഴ കേട്ടോ താഴെ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ടോയെന്ന് തന്നെ സംശയം. കണ്ട ഒഴുക്കുണ്ടായിരിക്കും. ഇത് കണ്ടോ? പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ബോർഡ് ഇതുപോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പാണൽ. ഞങ്ങളിങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജങ്കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറയും ഗാർഡൻ പൂക്കളും ചെടികളും ഒക്കെ കരിഞ്ഞു പോയി. എന്താ സൗണ്ടിട്ട്? ആണോ? ഞാൻ പേടിച്ച്.
സത്യത്തിൽ പേടിച്ചു ഞാന്. ഓൻ പറയാ തേനീച്ചാന്ന്, ഒരു വല്ലാത്ത സൗണ്ട്. ആ ഒറ്റമരം നോക്കിയാൽ വല്ലാത്ത ഭംഗിയാണല്ലേ. അത് മാത്രം ഇങ്ങനെ പൊങ്ങി ചിലകളായി നിൽക്കുമ്പോഴേ കുഞ്ഞാ വീണ്ടാമതോ. ഇതെന്താ ഇങ്ങനെ വട്ടത്തി പോലെ വരുന്ന അറിയുമോ? അത് മീന് ചാടുമ്പോഴാ. ആണോ? ടേസ്റ്റ് ഉണ്ടോ? ക്യാരറ്റ്, പൈനാപ്പിള്, നെല്ലിക്ക, അരിനെല്ലിക്ക ഒക്കെ ഉണ്ട്. പാക്ക് ചെയ്യാനോ? ചിന്തല